ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ PCB റിപ്പയർ ചെയ്യുന്ന ആൾ. ഇന്ന് നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഡെഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അറിയാലോ, കംപ്ലീറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഡിസ്പ്ലേ ഒന്നും എടുക്കുന്നില്ല, പവർ സപ്ലൈ ഡെഡായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പവർ സപ്ലൈയിൽ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് SMPSനകത്ത് അല്ലേ, ഇതേ ഈ IC, ഈ ട്രാൻസ്ഫോമർ, അതുപോലെ ഈ മെയിൻ കപ്പാസിറ്റർ, ഇത്രയും ഈ അടങ്ങുന്ന ഒരു SMPS സർക്യൂട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇത് എവിടെ വരുന്നതെന്നും അതിൽ വരുന്ന 12 വോൾട്ട് ഈ റെഗുലേറ്റർ IC വഴി റെഗുലേറ്റ് ചെയ്ത് 5 വോൾട്ട് ആക്കി എടുക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നേരിട്ട് കടക്കാം. ഇതൊരു ഓവർലോഡ് പ്രൊട്ടക്ടറാണ്. അതായത് AC-യുടെ ടെർമിനലിൻ്റെ താഴെ ഒരു ഫ്യൂസ് പോലെ ഒരു സാധനം ഉണ്ടാവും. അവിടെ എന്തെങ്കിലും ഷോർട്ട് ആവുകയോ ഓവർ ഹീറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കട്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി സിസ്റ്റമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കിപ്പോൾ തൽക്കാലം ചെക്ക് ചെയ്യാൻ ഇതിൻ്റെ ലൈനിൽ രണ്ടും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്ത് വെക്കാം. ഈ പിന്നാണത്. അതായത് ഇതിൻ്റെ ഈ SMPSൻ്റെ ഔട്ട്പുട്ട് ഈ ഡയോഡ് വഴി ഈ 12 വോൾട്ട് ഇവിടെ വരുന്നത് ഈ ഒരു കപ്പാസിറ്റർ വഴി ഇവിടെ ഫിൽട്ടർ ചെയ്ത് ഈ കാണുന്ന കപ്പാസിറ്റർ വഴി ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന 12 വോൾട്ട് ഈ OLP ഈ ഫ്യൂസ് അല്ലെങ്കിൽ OLP വഴി പാസ് ചെയ്തിട്ട് വേണം ഇങ്ങേ ഭാഗത്തേക്ക് എത്താൻ. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ആയിരിക്കും അത് കട്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിൽ ഫേസ് നമ്മൾ കൊടുക്കുന്നു. ഫേസ് കണക്ഷൻ ഈ ഫീസുമായിട്ട് കണ്ടിന്യൂറ്റി ഉള്ള പിന്ന് ഏതോ അതിൽ ഈ പിന്നിൽ നമ്മൾ ഫേസ് കൊടുക്കുന്നു. ഓക്കെ, ഇതിലെ ഇങ്ങേ ഭാഗത്ത് കാണുന്ന ഈ പിന്നിലെ ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ പിൻ. ഈ 3 പിന്നുകളിലെ ഒരെണ്ണം. ഇതാണ് ഇതിൻ്റെ ന്യൂട്രൽ പിൻ. അതിൽ നമുക്ക് ന്യൂട്രൽ കൊടുക്കാം. ഓൺ ചെയ്യുമ്പോൾ ഒരു റിയാക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബോർഡിൻ്റെ പുറകുവശത്ത് ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. പവർ സപ്ലൈ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ നമ്മൾ സീരീസ് കണക്ഷൻ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ചെക്ക് ചെയ്യണത് വളരെ സൂക്ഷിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിലാണ് നമ്മൾ ഫേസ് കൊടുക്കുന്നത്. അതായത് റിലേയുടെ ഒരു പിന്ന് വഴി ആ ഫേസ് ഇവിടുത്തെ ഒരു ഫ്യൂസ് വഴി ഇതിൽ നേരെ വരും. ഇതവിടെ ഒരു ലൈൻ ട്രാൻസ്ഫോമർ നേരെ ഈ റെക്ടിഫയറിൻ്റെ മെയിൻ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒരു പിന്നിലേക്ക് വരും. അതേപോലെ ന്യൂട്രൽ നമ്മൾ ഈ പിന്നിലാണ് കൊടുക്കുക. ആ പിന്നും നേരിട്ട് ഇവിടെ വരും. ഇവിടുന്ന് ഈ പിന്ന് നേരെ ഇവിടെ ജോയിൻ്റ് ആവും. ഇവിടുന്ന് ഈ ലൈൻ ട്രാൻസ്ഫോമർ വഴി ഇതിൽ നേരെ പാസ് ചെയ്ത് ഇതിൻ്റെ പിന്നിലെത്തും. ഇവിടുന്ന് ഔട്ട്പുട്ട് നമുക്ക് ഈ പറഞ്ഞ 300 വോൾട്ടിൽ കൂടുതൽ കിട്ടണം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. ഈ കപ്പാസിറ്ററിൻ്റെ പിന്നിൽ 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പാസിറ്ററുകളുടെ പിന്നുകളിൽ 300-310 വോൾട്ട് കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എണ്ണത്തിൽ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ, അതായത് SMPS ട്രാൻസ്ഫോമറിൻ്റെ ഈ പിന്നിൽ നമ്മൾ ആ 300 വോൾട്ട് കൊടുക്കും. അതിൻ്റെ അടുത്ത പിന്ന് നേരെ എടുത്ത് ഈ IC-യുടെ പിന്നിലേക്ക് കൊടുക്കും. ഈ IC-യും ട്രാൻസ്ഫോമറും ചേർന്നിട്ടാണ് ഈ SMPS വർക്ക് ചെയ്യുന്നതും നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതും. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആ വോൾട്ടേജസ്, ഈ പറഞ്ഞ വോൾട്ടേജസൊക്കെ കൃത്യമായി വരുന്നുണ്ടോയെന്നൊന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് AC വോൾട്ടിലിടുക. ഫസ്റ്റ് AC വോൾട്ട് സെലക്ട് ചെയ്തു. സ്വിച്ച് ഒന്നുകൂടെ ഓൺ ചെയ്യാൻ പോകണം. ഓൺ ചെയ്തിട്ടുണ്ട്. AC വോൾട്ട് ആദ്യം നമ്മൾ പറഞ്ഞു ഇവിടെയും ഇതിലുമാണ് കൊടുക്കുന്നതെന്ന്. ഇവിടെ 226, അതായത് 230 വോൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. അത് രണ്ടും കൂടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ, ഈ ലൈൻ ട്രാൻസ്ഫോമറിൻ്റെ 2 പിന്നുകളിലെത്തും. അവിടെ അതേ വോൾട്ടേജ് കൃത്യമായി കിട്ടുന്നുണ്ട്. അടുത്ത അതേപോലെ ലൈൻ ട്രാൻസ്ഫോമറിൻ്റെ ഇങ്ങേ ഭാഗത്ത് അവിടെ കിട്ടുന്നുണ്ട്. മെയിൻ റെക്ടിഫയറിൻ്റെ ഇങ്ങേ പിന്നിൽ
കറക്റ്റ് 227 226 വോൾട്ട് വരുന്നുണ്ട്, അതായത് 230 വോൾട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് DC സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരേണ്ടത്. ഇതിൽ പോസിറ്റീവ്, ഇതിൽ നെഗറ്റീവ്. 190 വോൾട്ടൊക്കെ ഉള്ളൂ. ഇങ്ങേ ഭാഗത്ത്, അതായത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പിന്നിലാണെങ്കിൽ ഇല്ല, തീരെ വരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു NTC ഇട്ടിട്ടാണ് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ചെറിയൊരു NTC വരുന്നുണ്ട്. നമുക്കറിയാം ഈ പവർ സപ്ലൈയിലേക്ക് മെയിനായിട്ട് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തുള്ളതാണ് NTC. ഈ NTCയുടെ കാലൊക്കെ ദ്രവിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വിട്ട് പിടിക്കുകയായിരുന്നു. അതായത് ടച്ച് കിട്ടുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള കണ്ടീഷനായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫാൾട്ട്. നമുക്ക് എന്തായാലും ഇത് മാറ്റിനോടുകൂടി ഈ കപ്പാസിറ്റർ രണ്ടും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാം. സപ്പോസ് അതെന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇത് മാറ്റിയിടാൻ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് വരുന്ന NTC കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ മുമ്പിലത്തെ ആ OLPയുടെ സ്ഥാനത്ത് വെറുതെ ഒരു ലൈൻ ഇട്ടൊന്ന് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വർക്ക് കഴിയുമ്പോൾ ഇത് എടുത്ത് കളയണം, എന്നാലേ കറക്റ്റായിട്ട് ആ ഫങ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ന്യൂട്രലിൻ്റെ ലൈനിൽ ന്യൂട്രൽ കൊടുക്കാം, ഫേസിൻ്റെ ലൈനിൽ ഫേസ് കൊടുക്കാം. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇതിനകത്ത് ഇൻഡോർ മോട്ടോർ ഇതിനകത്തും അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് ഇതിലും കൊടുത്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവർത്തിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.